എല്ലാവർക്കും നമസ്കാരം. കൊടൈക്കനാലിലെ കൂകൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഈഗിൾ വുഡ്സ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പോകാൻ പോകുന്നത് പൂണ്ടി, മന്നവന്നൂർ, ക്ലാവരൈ തുടങ്ങിയ ഗ്രാമ കാഴ്ചകളിലൂടെയാണ്. ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും സെയിം റൂട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റ യാത്രയിൽ തന്നെ നമുക്ക് ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് മടങ്ങി വരാം. മന്നവന്നൂർ എക്കോ ടൂറിസം സൈറ്റിന്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത്. സമയപരിമിതി കാരണം ഞങ്ങൾ അവിടെ ഇറങ്ങുന്നില്ല. പക്ഷെ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കാഴ്ചയാണിത്. എത്ര രസമുള്ളതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഈ കാണുന്നതാണ് ബീൻസ് ചെടി. നമുക്ക് കണ്ടാലറിയാം ഓൾമോസ്റ്റ് അതിന്റെ ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് അതിന്റെ ലൈഫ് സൈക്കിളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇലയൊക്കെ നല്ല മഞ്ഞ കളറിലായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 2 തരത്തിലുള്ള യാത്രകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഓറിയന്റഡ് ആണ്. ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള യാത്രയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ജേർണി ത്രൂ ഔട്ടായിട്ട് പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അത്തരം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ പച്ചപ്പാണ്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീലാകാശം. ഗ്രാമങ്ങളുടെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഒരിക്കലും വരാതിരിക്കരുത്. അങ്ങനെ നമ്മൾ പൂണ്ടി എന്ന് പറയുന്ന വില്ലേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടത്തെ സുന്ദരമായ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ വീടുകളൊക്കെ തന്നെ ഇങ്ങനെ അടിങ്ങി ഒരു ക്ലസ്റ്റർ പോലെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അവിടുത്തെ വീടുകളിൽ മെജോറിറ്റിയും ഓട് മേഞ്ഞതാണ്. കോൺക്രീറ്റ് അല്ലെങ്കിൽ ടെറസ് ഇട്ട വീടുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത് അവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ ഗ്രാമങ്ങളും തന്നെ കൃഷിയെ ഉപജീവന മാർഗമായിട്ട് കരുതി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുറേയേറെ കൃഷി സ്ഥലത്തിന്റെ അടുത്തായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റിൽമെന്റ് പോലെ വീടുകളാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കൃഷി രീതിക്കും ഉണ്ട് ചില പ്രത്യേകത. ടെറസ് ഫാമിംഗ് അഥവാ ഇങ്ങനെ തട്ടായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് അവരിവിടെ അവലംബിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കൃഷിക്കാഴ്ചകളൊക്കെ ഒന്ന് അടുത്ത് നിന്ന് കാണണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി ഒരു വഴി കണ്ടു. അതുവഴി ജസ്റ്റ് ഒന്ന് അങ്ങ് നടന്നു നോക്കാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഈ കാണുന്നത് ഒരു പശുത്തൊഴുത്താണ്. ആദ്യം ഞാൻ വിചാരിച്ചു വീടോ മറ്റോ ആയിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഇത്ര വലിപ്പം ഇല്ല ഇവിടുത്തെ പല വീടുകൾക്കും എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരമ്മ പശുവിനുള്ള പുല്ലൊക്കെ കൊണ്ടങ്ങ് പോകുന്നുണ്ട്. ഇവിടുത്തെ ആളുകളുടെ ഉപജീവനത്തിന് കൃഷിയോടൊപ്പം തന്നെ ഈ പശു വളർത്തലും ആട് വളർത്തലും ഒക്കെ ഉണ്ട്. ഇവരുടെ കാർഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളമാണിത്. ഈ കാണുന്ന ഫീൽഡ് ഉള്ളിയാണ് നട്ടിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള ഒരു കണ്ടതുണ്ടല്ലോ, അത് അവർ ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത് കൃഷി ഇറക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് തൊട്ടടുത്ത് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഗംഭീരമായിട്ടുള്ള ഒരു സീനറിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്. എന്തോ റെനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് ഇങ്ങനെ പോയി. അപ്പോഴാണ് 2 കുട്ടികൾ, 2 ചെറിയ പയ്യന്മാർ കേട്ടോ. അവന്മാരിങ്ങനെ 2 ബോട്ടിലൊക്കെ കയ്യിൽ പിടിച്ച് വരുന്നുണ്ട്. വല്ല മണ്ണെണ്ണയോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാനായിരിക്കും, എനിക്കറിയത്തില്ല. ഇവന്മാർക്ക് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം തന്നെ എന്തോ ഒരു ചമ്മൽ പോലെ. കേശുണ്ട പിന്നെ ആരെങ്കിലും കിട്ടിയാൽ വെറുതെ വിടത്തില്ല. ഹായ് ചേട്ടന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ കമ്പനി അടിക്കാൻ നോക്കി. പക്ഷെ അവന്മാർക്ക് ഭയങ്കര നാണമായിരുന്നു. ഇവൻ പുറകിന്ന് ഇങ്ങനെ ചേട്ടാ എന്ന് വിളിച്ചപ്പോൾ അവന്മാർ ഒറ്റ ഓട്ടം. ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ആ പിള്ളേര് ആയിരുന്നു. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം അനിമൽ അറ്റാക്കിൽ നിന്ന് കൃഷിയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ കുന്നിൻ ചെരുവിലൊക്കെ കൃഷി ചെയ്യാനായിട്ടാണ് ഈ ടെറസ് ഫാമിംഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സ്ലോപ്പ് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം കുത്തി ഒലിച്ച് പോകും. അപ്പോൾ മണ്ണൊലിപ്പും ഉണ്ടാവും,
ഈ നട്ടിരിക്കുന്ന ചെടികൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാതെയും വരും. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടായിട്ടുള്ള രീതിയിൽ ഇവരിങ്ങനെ നിലം ഒരുക്കുന്നത്. അതാണ് ഈ ടെറസ് ഫാമിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കയ്യും കെട്ടി എന്നെ പോലെ ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന പോലെ അല്ല. ആക്ച്വലി ഈ സംഭവം, ഈ സ്ലോപ്പായിട്ടുള്ള ഏരിയ ഇത്രയും നീറ്റായിട്ട് ഇങ്ങനെ തട്ടായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ വലിയൊരു കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. വീണ്ടും ഞങ്ങൾ അടുത്ത ഫീൽഡിലേക്ക് പോവാണ്. മുന്നിലായിട്ട് ഒരു ചെറിയ ചാല് പോലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അവിടെ കുറച്ച് ചേച്ചിമാരെ എന്തൊക്കെയോ ചാക്കിനകത്താക്കുന്നുണ്ട്. വാ നമുക്കൊന്ന് പോയി നോക്കിയേക്കാം. അവരവിടെ എന്തോ ചെയ്യുന്നതെന്നോ, ഗാർലിക് ഇല്ലേ, വെളുത്തുള്ളി, അതിങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ എന്നൊന്നുമില്ല, കുട്ടികൾ വരെ അവിടെ പണിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ പോയതൊരു ഹോളിഡേ ആണ്. ഇനി അതുകൊണ്ടാണോ അപ്പോഴിങ്ങനെ കുട്ടികളൊക്കെ അവിടെ പണിയെടുക്കുന്നത്, അതോ സ്ഥിരമായിട്ടും സ്കൂളിലൊന്നും പോവാണ്ട് ഇങ്ങനെ കൃഷിപ്പണിയൊക്കെ ഈ കുട്ടികളും ചെയ്യാറുണ്ടോ എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല കേട്ടോ. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മണ്ണിനെ അറിഞ്ഞ് മണ്ണിൽ ജീവിക്കുന്ന യഥാർത്ഥ മനുഷ്യര്. ശരിക്കും ഈ കർഷകരാണ് നമ്മുടെ സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത്. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ചെറിയൊരു ചാല് പോലെ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളമാണ്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ബ്രോഡായിട്ട് അതിങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരേതെങ്കിലും ബണ്ടോ അങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് സമയമായി. എന്നിരുന്നാലും ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഒക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് എന്താ ഇവിടെ ഇപ്പൊ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഉള്ളത് എന്ന് ചിന്തിക്കുന്നവർ ഇവിടെ വരരുത്. ബിക്കോസ് ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല. വേറെ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസോ നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന വേറെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇല്ല. പക്ഷേ കുറച്ച് പച്ചയായ മനുഷ്യരെയും നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് മേടിക്കുന്ന ഉള്ളി, സവോള, ഇപ്പം ഗാർലിക്, ക്യാരറ്റ്, റാഡിഷ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഈ മണ്ണിൽ നിന്നാണ് വരുന്നത്. അതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനും നമുക്കും അതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൃഷി സ്വന്തം ജീവനായിട്ട് കൊണ്ട് നടക്കുന്ന കുറെ മനുഷ്യരെ കാണാനും ഒക്കെ നമുക്കിവിടെ സാധിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ റൂട്ടിലേക്ക് വണ്ടി തിരിച്ചു വിട്ടാൽ മതി. കുറച്ചു ദൂരം മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സൈൻ ബോർഡ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലാവര എന്ന് പറയുന്ന വില്ലേജും സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ പോളൂരും എത്തിച്ചേരാൻ പറ്റും. തിരിച്ച് നമ്മൾ 43 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നമ്മുടെ കൊടൈക്കനാലിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. പക്ഷെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ക്ലാവര എന്ന് പറയുന്ന വില്ലേജിലേക്കാണ്. സത്യം പറയാലോ, നമ്മൾ ഈ യാത്രയുടെ ഇടയിൽ പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് ഇത് വേറെ ഏതെങ്കിലും രാജ്യമാണോ. അത്രയ്ക്ക് ഒരു സീനിക് ബ്യൂട്ടി ചില സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യും. ഒരു കാര്യം അറിയോ, നമ്മളിപ്പോ എത്തിച്ചേരുന്ന ഈ ക്ലാവര എന്ന് പറയുന്ന വില്ലേജിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ കേരളമാണ്. എന്താന്നല്ലേ, ഇത് ഒരു ബോർഡറാണ്. കൊടൈക്കനാലിന്റെ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ക്ലാവര എന്ന് പറയുന്ന വില്ലേജ്. ഇവിടെ നിന്ന് ഒരു എസ്കേപ്പ് റോഡ് ഉണ്ടെന്നും മൂന്നാർ, വട്ടവട ആ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് അതുവഴി പറ്റുമെന്നാണ്. പക്ഷെ നിലവിൽ അത് ക്ലോസ്ഡ് ആണോ എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. തിരിച്ച് ഞങ്ങൾ മന്നവന്നൂർ റൂട്ടിലേക്ക് പോവാണ്. വഴിയിൽ വെച്ച് കണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണിത്. ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. പക്ഷെ വഴിയിൽ കാണുന്ന കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടായിരിക്കും ഞാൻ വിച്ചുവിനോട് എപ്പോഴും പറയും വണ്ടി ഒന്ന് ഒതുക്കിക്കേ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങിയാ വന്നത്. അപ്പോൾ ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നാലേ, ഒരു ഫീൽഡിൽ ഇപ്പം അടുത്ത് വിത്ത് നടാനായിട്ട് നിലം ഒരുക്കിയിട്ടുണ്ടാവും. തൊട്ടടുത്തുള്ള ഫീൽഡിൽ എന്താ ചെയ്തിട്ടുള്ള ജസ്റ്റ് നട്ട് മുള പൊട്ടി വരുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പുറത്തെ ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാലായിട്ട് എന്താണ് നല്ല വളർന്ന് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ചെടികളായിരിക്കും. അങ്ങനെ പല പല സ്റ്റേജസിലായിട്ടാണ് ഇവര് കൃഷി ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൂനകളായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് ഹാർവെസ്റ്റിങ്ങിന് ശേഷമുള്ള ചെടിയുടെ അവശിഷ്ടങ്ങളാണ്. ഇത് ഇവര് ബേസിക്കലി കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സീസണിലേക്ക് സോയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരിത് കത്തിച്ച് കളയും. അതിനെ സ്റ്റബിൾ ബേണിംഗ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇതിന് നെഗറ്റീവ് സൈഡ് ഉണ്ട്, അത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുമെന്നുള്ളതാണ്. പക്ഷെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്ന ഇവരുടെ ക്രോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള പെസ്റ്റിനെയും വീഡ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മണ്ണിന്റെ ന്യൂട്രിയന്റ് കണ്ടന്റ് ഒന്ന് റീപ്ലനിഷ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇത് പൊട്ടാറ്റോ കൃഷി ചെയ്യുന്ന ഒരു ഫീൽഡാണ്.
മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ക്രോപ്സ് എന്ന് പറയുന്നത് പൊട്ടറ്റോ, വെളുത്തുള്ളി, ഉള്ളി, സവോള, ക്യാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട് അങ്ങനത്തെ ഒക്കെ കുറെ ഐറ്റംസ് ആണ്. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പോളി ഹൗസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്ക് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഒരു പോളി ഹൗസിനകത്ത് കുറെ പൂക്കളാണ് വളർത്തുന്നത്. ഇതുപോലൊരു കാർഷിക ഗ്രാമമാണ് നമ്മളെ വട്ടവടയും. പക്ഷേ അവിടെ കുറെ കൂടെ ഫാം ടൂറിസത്തെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഫാം വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്ട്രോബെറി ഫാമിലൊക്കെ അവർ കൊണ്ടുപോകും. അത് പറിക്കാനും അതിൻ്റെ കുറേ സ്ക്വാഷ്, ജാം, വൈൻ അങ്ങനത്തെ കുറേ ബൈ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് വാങ്ങാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് അവിടെ എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, പക്ക കൃഷിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല കാഴ്ചകളൊക്കെ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഇത്. ഈഗിൾ വുഡ്സിൽ നമ്മൾ സ്റ്റേ ചെയ്തപ്പോൾ ഈവനിങ് ടൈമിൽ കൂഗൽ വില്ലേജ് കാണാനായിട്ട് പോയിരുന്നു. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ഇതും ഒരു കാർഷിക ഗ്രാമം തന്നെയാണ്. ഒട്ടും തന്നെ പരിഷ്കൃതമല്ലാത്തൊരു വീടും അതിനോട് ചേർന്ന പശുത്തൊഴുത്തും ഒക്കെ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചധികം ദൂരം നമുക്കിങ്ങനെ നടക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് നല്ല കാഴ്ചകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സമയം പോവും. വഴിയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, അവിടെ പുതിയതായിട്ട് കുറേ ഹോം സ്റ്റേസിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് കുറേ അധികം ടൂറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്ന്. ഈ വഴിയിലൂടെ കുറച്ച് കെയർഫുൾ ആയിട്ട് നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒന്നാമത് അതൊരു സ്ലോപ്പാണ്. രണ്ടാമത്തെ കാര്യം കല്ലുകളൊക്കെ നല്ല ഇളകിയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ലിപ്പാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് നടക്കുക. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ വ്യൂ പോയിന്റിനെ തമിഴില് പുറാക്കൽ എന്നാണ് പറയുന്നത്. മീൻസ് ഡോവ് സ്റ്റോൺ. അവിടെ പ്രാവിന്റെ ഷേപ്പിലുള്ള ഒരു കല്ലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റ് കാണാനുള്ള ആ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നത് വെറുതെ ആയില്ല എന്ന് ഈ വ്യൂ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അടിപൊളി വ്യൂ ആട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ട ആ ഒരു ഇന്റൻസിറ്റിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല വീഡിയോയിലൂടെ കാണുമ്പോൾ. എന്തായാലും അടിപൊളി വ്യൂ ആണ്. ഞാൻ ഒന്നുകൂടെ പറയാണ്. പണ്ട് കാലത്ത് പ്രാവ് ദൂത് കൊണ്ടുപോയിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ മറ്റുള്ളവരോട് കൺവേ ചെയ്യത്തില്ലേ, അതുപോലെ പണ്ട് കാലത്ത് ഈ ഈ കല്ലിന്റെ പുറത്ത് നിന്നുകൊണ്ട് താഴത്തെ ഭാഗത്ത് താമസിക്കുന്ന ആളുകളോട് ഒച്ചത്തില് ഇവിടെ നിന്നുള്ള ആളുകൾ സംസാരിക്കുമായിരുന്നെന്നും അങ്ങനെ കാര്യങ്ങൾ കൺവേ ചെയ്തുകൊണ്ടിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ വ്യൂ പോയിന്റിന് പുറാക്കൽ എന്ന് വെച്ചാൽ പ്രാവ് ദൂത് കൊണ്ടുപോകുന്ന പോലെ എന്നുള്ള ഒരു മീനിങ്ങിൽ ഈ വ്യൂ പോയിന്റിന് അങ്ങനെ ഒരു പേര് കിട്ടിയെന്നാണ് വേറൊരു ലോക്കലി അറിയപ്പെടുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഈ സ്ഥലമൊന്നും അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നല്ല സ്ഥലമാണ്. നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ഇത് മിസ് ചെയ്യരുത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു നടക്കുവാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ പൂണ്ടിയും ക്ലാവരും ഒക്കെ കണ്ട ശേഷം നേരെ വന്നത് മന്നവന്നൂരിലെ ICRലെ സദേൺ റീജിയണൽ റിസർച്ച് സെന്റർ. എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മളിവിടെ ഷീപ്പ് ഫാമില് ചെമ്മരിയാടുകളെ കാണാൻ വന്നിരുന്നു. പക്ഷെ അന്ന് നമുക്ക് റാബിറ്റ് ഫാം കാണാൻ പറ്റിയില്ല, നമ്മൾ ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഇന്ന് റാബിറ്റ് ഫാമും കൂടെ ഒന്ന് കണ്ട ശേഷം കൊടൈക്കനാൽ വിടാനാണ് പ്ലാൻ. 20 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ചാർജ് വരുന്നത്. ഈ കാണുന്ന ഷെഡിനകത്താണ് റാബിറ്റ്സിനെ അവർ വളർത്തുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റാബിറ്റ്സിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനോ അവർക്ക് വേറെ നമ്മൾ കൊണ്ടുവന്നൊന്നും ഫീഡ് ചെയ്യാനോ ഒന്നും പാടില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ
കേശൂട്ടനെ ആണെങ്കിൽ ഇത്രയും റാബിറ്റ്സിനെയൊക്കെ ഒന്നിച്ച് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മുഖഭാവമായിരുന്നു അവന്. ഡിഫറെന്റ് വെറൈറ്റീസിലുള്ള റാബിറ്റ്സ് ഉണ്ട് ഇവിടെ. മിക്കതിന്റെയും കൂട്ടിന്റെ ഫ്രണ്ടില് അവരതിന്റെ ഒരു ഇനത്തിന്റെ പേരെന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇവന്മാരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ആരൊക്കെ വന്നാലും പോയാലും ശരി, ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ചിലരുണ്ട്. ആരാടാ അനുവാദം ഇല്ലാതെ എന്റെ വീഡിയോ എടുക്കുന്നേന്നുള്ള ഭാവത്തില് ഒരുത്തൻ എന്നെ ചറങ്ങി നോക്കുന്നുണ്ട്. അവന്റെ ചെവിയിൽ കണ്ടോ നമ്പറൊക്കെ കുത്തിയിട്ടുണ്ട്. മറ്റു ചിലരുണ്ട് ആഹാര കാര്യത്തിൽ മാത്രമാണ് അവരുടെ കോൺസെൻട്രേഷൻ, വേറെന്തും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു ഭാവത്തിലാണ് അവരൊക്കെ. ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഓടുന്ന മറ്റു ചിലർ. വയറ് നിറയെ ഫുഡും കഴിച്ച് വെള്ളവും കുടിച്ച് ഇനി ഒന്ന് സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാന്ന് പ്ലാൻ ചെയ്ത് കിടക്കുന്ന വേറെ ഒരു കൂട്ടരുണ്ട്. ഇവരെ ആരെയും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇതെല്ലാം കണ്ട് കേശൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഞങ്ങളും ഹാപ്പിയാണ്. ഇനി ഞങ്ങള് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണേ. ഇതാണ് ഷീപ്പുകൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഷെഡ്. മേഞ്ഞു കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതിനകത്താണ് അവരെ അടയ്ക്കുന്നത്. ഇപ്പൊ ആടുകളെല്ലാം മേയാൻ പോയിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ രാവിലെ ഇവർ മേയാൻ പോകുന്നതിന് മുന്നേ വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 3-4 മണിയുടെ ഇടയിലൊക്കെ വരിക. അപ്പോഴേ നമുക്ക് ഇവരെ ഷീപ്സിനെ കൂടുതൽ അടുത്ത് നിന്ന് കാണാനൊക്കെ പറ്റത്തുള്ളൂ. ഇവിടെ ഇതുപോലത്തെ കുറെ ഷെഡുകളുണ്ട്. ഓരോന്നിനും ഇങ്ങനെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷീപ്പുകൾക്കൊക്കെ ഒന്നിച്ച് നിരന്ന് നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ട്രേ. ഇതിന്റെ ഉള്ളില് ഷീപ്പ് ഫാം, റാബിറ്റ് ഷെഡ് മാത്രമല്ല കേട്ടോ, കുതിര സവാരിയും ബോട്ടിങ്ങും കൂടാതെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒത്തിരി നല്ല സ്പോട്ടുകളും മന്നമുന്നൂർ ലേക്ക് വ്യൂവും മെഡോസും അങ്ങനെ ഒത്തിരി കണ്ടന്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ICRന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇതുവരെ കൊടൈക്കനാലിൽ വന്നിട്ട് ഞങ്ങൾ കാണാത്ത ഒരു കൊടൈക്കനാല് ഈ കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ കണ്ടിരുന്നു. അതിന്റെ ഭയങ്കരമായ സന്തോഷത്തില് ഞങ്ങൾ മടങ്ങുകയാണ്. നല്ല വിശപ്പ് കാരണം കൊടൈക്കനാലിലെ ഫേമസ് ആയിട്ടുള്ള ന്യൂ ഇമ്രാൻ ബിരിയാണിയിൽ നിന്ന് ഒരു അടിപൊളി ബിരിയാണിയും അകത്താക്കി. കൊടൈക്കനാലിന്റെ അവിഭാജ്യ ഘടകമായ നമ്മുടെ മജസ്റ്റിക് ലേക്കിന്റെ ചുറ്റും കാറിൽ ഒരു ഓട്ടപ്രദക്ഷിണവും നടത്തിയിട്ട് ഞങ്ങൾ നേരെ വിടുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക.